നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. ബ്രിട്ടനിൽ സ്ഥിരതാമസത്തിനുള്ള മാനദണ്ഡങ്ങൾ കർശനമാക്കാൻ സർക്കാർ പദ്ധതിയിടുന്നു. നിലവിലെ സമ്പ്രദായം അനുസരിച്ച് 5 വർഷം ബ്രിട്ടനിൽ ജീവിച്ച് ജോലി ചെയ്ത മുഴുവൻ കുടിയേറ്റക്കാർക്കും ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ എന്ന സ്ഥിരതാമസ അനുമതിക്ക് അപേക്ഷിക്കാം. എന്നാൽ കീർ സ്റ്റാർമർ സർക്കാർ ഈ കാലാവധി ചില കുടിയേറ്റക്കാർക്ക് 10 വർഷമായി നീട്ടാൻ ആലോചിക്കുന്നു. ഈ നീക്കം ഹോം ഓഫീസ് ഉടൻ പ്രസിദ്ധീകരിക്കാനിരിക്കുന്ന പരിഷ്കാര പാക്കേജിന്റെ ഭാഗമാണ്. കഴിഞ്ഞ നവംബറിൽ സ്റ്റാർമർ കുടിയേറ്റം ഗണ്യമായി കുറയ്ക്കണമെന്ന് പ്രസ്താവിച്ചിരുന്നു. 2023 ജൂൺ വരെയുള്ള 12 മാസത്തിൽ 9,06,000-ഉം 2024 ജൂൺ വരെ 7,28,000-ഉമായിരുന്നു UK-യിലെ മൊത്തം കുടിയേറ്റം. നൈജൽ ഫറേജിന്റെ റിഫോം UK പാർട്ടിയുടെ വർദ്ധിച്ച ജനപ്രീതിയും തെരഞ്ഞെടുപ്പ് വിജയവും സർക്കാരിനെ കർശന നിലപാട് സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുന്നു. ILR ലഭിച്ചാൽ കുടിയേറ്റക്കാർക്ക് ദേശീയ ആരോഗ്യ സേവനം, ക്ഷേമ പദ്ധതികൾ, ബ്രിട്ടീഷ് പൗരത്വത്തിനുള്ള പാത എന്നിവ ലഭിക്കും. ഈ പരിഷ്കാരങ്ങൾ UK-യുടെ കുടിയേറ്റ തൊഴിൽ വിസ സമ്പ്രദായങ്ങളെ ബന്ധിപ്പിച്ച് ആഭ്യന്തര തൊഴിലാളികളെ പ്രോത്സാഹിപ്പിക്കാനും വിദേശ തൊഴിലാളികളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും ലക്ഷ്യമിടുന്നു. ഡെർബിയിൽ ലോയ്ഡ്സ് ബാങ്കിൽ നടന്ന കൊലപാതകത്തിൽ പ്രതി 2026 ജനുവരി 19 ഡെർബി ക്രൗൺ കോടതിയിൽ വിചാരണ നേരിടും. 37-കാരനായ ഗുർവിന്ദർ ജോഹലിനെ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:30 ബാങ്കിനുള്ളിൽ കയറി കുത്തിക്കൊന്നത്. സൊമാലി വംശജനായ പ്രതി വെള്ളിയാഴ്ച വീഡിയോ ലിങ്ക് വഴി കോടതിയിൽ ഹാജരായി. ജഡ്ജി ഷോൺ സ്മിത്ത് കേസിൽ പ്രതിയെ കസ്റ്റഡിയിൽ വയ്ക്കാൻ ഉത്തരവിട്ടു. ബെയിൽ അപേക്ഷ ഉണ്ടായില്ല. വിചാരണ 2 മുതൽ 3 ആഴ്ച വരെ നീളുമെന്നാണ് പ്രതീക്ഷ. അടുത്ത കോടതി ഹാജർ 2025 ഓഗസ്റ്റ് 15-നാണ്. കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട മറ്റൊരു 30-കാരനെ വ്യാഴാഴ്ച വിട്ടയച്ചിരുന്നു. ഡെർബിഷെയർ പോലീസിന്റെ റഫറൽ പരിശോധിച്ച് ഇൻഡിപെൻഡൻസ് ഓഫീസ് ഫോർ പോലീസ് കണ്ടക്ട് അന്വേഷണം ആവശ്യമില്ലെന്ന് വ്യക്തമാക്കി. NHSന്റെ ചെലവ് കുറയ്ക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായി ഇംഗ്ലണ്ടിൽ ഡോക്ടർമാരും നഴ്സുമാരും ഉൾപ്പെടെ 5% ജീവനക്കാരെ പിരിച്ചുവിടാൻ ആലോചിക്കുന്നു. യുവാക്കളുടെ പ്രമേഹ ചികിത്സ, സ്പീച്ച് തെറാപ്പി, പുനരധിവാസ കേന്ദ്രങ്ങൾ, പുകവലി നിർത്തൽ സേവനങ്ങൾ, പാലിയേറ്റീവ് കെയർ, ചില പ്രസവ യൂണിറ്റുകൾ എന്നിവ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ നിർത്തലാക്കാനും സാധ്യതയുണ്ട്. 2025-26 ബജറ്റിനേക്കാൾ £7 ബില്യൺ അധികം ചെലവഴിക്കുമെന്ന കണക്കുകൾ പ്രകാരം ഒരു ട്രസ്റ്റിൽ ശരാശരി 1500 ജോലികൾ വെട്ടിക്കുറയ്ക്കേണ്ടി വരും. ഡോക്ടർമാരുടെ ഓവർടൈം നിർത്തുക, ADHD റഫറലുകൾ സ്വീകരിക്കാതിരിക്കുക, മനഃശാസ്ത്ര ചികിത്സകൾക്കുള്ള കാത്തിരിപ്പ് 1 വർഷത്തിലധികം നീട്ടുക എന്നിവയും പദ്ധതിയിലുണ്ട്. ഈ നീക്കം ആശുപത്രി വെയിറ്റിംഗ് ലിസ്റ്റുകൾ കുറയ്ക്കാനുള്ള ശ്രമങ്ങളെ തടസ്സപ്പെടുത്തുമെന്ന് യൂണിയനുകൾ മുന്നറിയിപ്പ് നൽകുന്നു. ലേബർ സർക്കാരിന്റെ ഈ തീരുമാനം മുൻ ക്യാമറൂൺ സർക്കാരിന്റെ ചെലവ് ചുരുക്കൽ നയങ്ങളെ അനുസ്മരിപ്പിക്കുന്നതാണ്. NHSന്റെ സാമ്പത്തിക സന്തുലനം നിലനിർത്താൻ ഈ കടുത്ത നടപടികൾ അനിവാര്യമാണെന്ന് ആരോഗ്യ മേധാവികൾ വ്യക്തമാക്കി. UK-യിലെ മലയാളി പ്രവാസികൾ ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള മലയാളികൾ യുദ്ധഭീതിയും അനിശ്ചിതത്വവും മൂലം ആശങ്കയിലാണെന്ന് റിപ്പോർട്ടുകൾ. ഇന്ത്യ-പാകിസ്ഥാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ പ്രത്യാക്രമണം നടത്തുമോ എന്ന ആശങ്ക ലോകത്തെ വേട്ടയാടുന്നു. യുദ്ധതന്ത്ര വിദഗ്ധർ പ്രവചിക്കുന്നത് 1-2 ആഴ്ചയ്ക്കുള്ളിൽ ചെറിയ തോതിലെങ്കിലും ആക്രമണ സാധ്യതയുണ്ടെന്നാണ്. ഇത് നിലവിലെ പ്രതികൂല സാഹചര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കി പ്രവാസികളുടെ യാത്രാ പദ്ധതികളെ തടസ്സപ്പെടുത്തിയേക്കാം. കുത്തനെ ഉയർന്ന വിമാന ടിക്കറ്റ് നിരക്കുകൾ സാധാരണ പ്രവാസികൾക്ക് നാട്ടിലേക്കുള്ള യാത്രയെ ദുഷ്കരമാക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിലുള്ളവർക്ക് മാത്രമാണ് താരതമ്യേന തടസ്സങ്ങളില്ലാതെ യാത്ര സാധ്യമാകുന്നത്. ഈ സാഹചര്യം പ്രവാസികളെയും അവരുടെ കുടുംബങ്ങളെയും മാനസികമായി ബാധിക്കുന്നു. യുദ്ധഭീതി അവസാനിപ്പിച്ച് സമാധാനം പുനഃസ്ഥാപിക്കണമെന്നാണ് ഭൂരിഭാഗം പ്രവാസികളുടെയും പ്രാർത്ഥന. അന്താരാഷ്ട്ര സമൂഹവും നയതന്ത്ര ശ്രമങ്ങളിലൂടെ സംഘർഷം ലഘൂകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അനിശ്ചിതത്വം തുടരുകയാണ്. എത്രയും വേഗം സാധാരണ ജീവിതം തിരിച്ചുവരാനും യാത്രാ നിയന്ത്രണങ്ങൾ അവസാനിക്കാനും പ്രവാസി മലയാളികൾ കാത്തിരിക്കുന്നു. ലണ്ടനിലെ പ്രശസ്ത റെസ്റ്റോറന്റുകളിൽ നടക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ വെളിപ്പെടുത്തുന്ന റിപ്പോർട്ട് ഞെട്ടിക്കുന്നതാണ്. റാച്ചൽ ബർഫോർഡിന്റെ അന്വേഷണത്തിൽ ഫെയർ കോട്ടേജ്, റോയൽ ചൈന തുടങ്ങിയ റെസ്റ്റോറന്റുകളിൽ നിയമവിരുദ്ധ തൊഴിലാളികളെ ഉപയോഗിക്കുന്നതിന്റെ തെളിവുകൾ തുറന്നുകാട്ടുന്നു. ഹോം ഓഫീസിന്റെ റെയ്ഡുകളിൽ നിയമവിരുദ്ധമായി ജോലി ചെയ്യുന്നവരെ കണ്ടെത്തി. ഫെയർ കോട്ടേജിന് £2.4 ലക്ഷം, റോയൽ ചൈനയ്ക്ക് £4.7 ലക്ഷം പിഴ വിധിച്ചു. ബ്രെക്സിറ്റിന് ശേഷമുള്ള തൊഴിൽ ക്ഷാമവും വർദ്ധിച്ച നികുതിയും റെസ്റ്റോറന്റുകളെ ഇത്തരം തൊഴിലാളികളെ ആശ്രയിക്കാൻ പ്രേരിപ്പിക്കുന്നു. കഴിഞ്ഞ വർഷം ജൂലൈ മുതൽ ഒക്ടോബർ വരെ 3188 റെയ്ഡുകളിൽ 2299 പേർ അറസ്റ്റിലായി. പിഴകൾ £19 ലക്ഷം ലേറെയാണ്. എന്നാൽ ഈ ശിക്ഷകൾ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നവരെ തടയുന്നില്ലെന്ന് വിമർശനവുമുണ്ട്. UK ഹോസ്പിറ്റാലിറ്റി സ്ഥാപനങ്ങൾ 1.32 ലക്ഷം ഒഴിവുകൾ നേരിടുന്നു. നിയമപരമായ തൊഴിലാളികളെ കണ്ടെത്താനുള്ള ബുദ്ധിമുട്ട് ഈ പ്രശ്നം രൂക്ഷമാക്കുകയും ചെയ്യുന്നു. സർക്കാർ കർശന നടപടികൾ സ്വീകരിക്കുമ്പോൾ തൊഴിലാളികളാണ് ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിക്കുന്നത്.
പ്രശസ്ത സൈക്കമോർ ഗ്യാപ്പിലെ മരം വെട്ടിയ കേസിൽ 2 പേർ കുറ്റക്കാരാണെന്ന് കോടതി. നോർത്തംബർലാൻഡിലെ ഹാഡ്രിയൻസ് വാളിൽ നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള സൈക്കമോർ മരം വെട്ടി വീഴ്ത്തിയ കേസിൽ ഡാനിയൽ മൈക്കൽ ഗ്രഹാമിനും ആഡം കാരറ്റേഴ്സിനുമാണ് കുറ്റക്കാരെന്ന് ന്യൂകാസിൽ കോടതി വിധിച്ചത്. 2023 സെപ്റ്റംബർ 28-ന് ഇരുവരും ചേർന്ന് വിനോദത്തിനായി മരം ചെയിൻസോ ഉപയോഗിച്ച് മുറിച്ചതായി പ്രോസിക്യൂട്ടർമാർ വ്യക്തമാക്കി. 1991-ലെ റോബിൻഹുഡ് പ്രിൻസ് ഓഫ് തീവ്സ് ചിത്രത്തിൽ പ്രത്യക്ഷപ്പെട്ട ലോകപ്രശസ്തമായ ഈ മരം ഫോട്ടോഗ്രാഫർമാർക്കും സന്ദർശകർക്കും പ്രിയപ്പെട്ടതായിരുന്നു. മരം വെട്ടുന്നതിൻ്റെ വീഡിയോ ഗ്രഹാമിൻ്റെ ഫോണിൽ റെക്കോർഡ് ചെയ്തിരുന്നു. 6,20,000 പൗണ്ടിലധികം വിലമതിക്കുന്ന മരത്തിൻ്റെ നഷ്ടം ആഗോളതലത്തിൽ ക്ഷോഭമുണ്ടാക്കി. ഇരുവരും ജൂലൈ 15-ന് ശിക്ഷാവിധിക്കായി കസ്റ്റഡിയിൽ തുടരും. 10 വർഷം വരെ തടവ് ലഭിച്ചേക്കാം. നാഷണൽ ട്രസ്റ്റ് സൈക്കമോർ മരത്തിൻ്റെ 49 തൈകൾ രാജ്യവ്യാപകമായി വിതരണം ചെയ്യുമെന്ന് അറിയിച്ചു. ഹോവിൽ യുവതിയെ തട്ടിക്കൊണ്ടുപോയ പ്രതിക്ക് 5 വർഷം തടവ്. ഹോവിൽ വഴി ചോദിച്ച ശേഷം യുവതിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ 22-കാരനായ കാമറൻ ബോക്സാൾ എന്ന യുവാവിന് ബ്രൈറ്റൺ കോടതി 5 വർഷം തടവ് ശിക്ഷ വിധിച്ചു. 2024 ഓഗസ്റ്റ് 5-ന് പുലർച്ചെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്ന 20-കാരിയായ യുവതിയെയാണ് കിഡ്നാപ്പ് ചെയ്യാൻ പ്രതി ശ്രമിച്ചത്. മോഷ്ടിച്ച കറുത്ത മിനി കാറിൽ ബോക്സാൾ യുവതിയെ ബലമായി കയറ്റുകയായിരുന്നു. ചർച്ച് റോഡിനും പാൽമിറ അവന്യൂവിനും ഇടയിൽ കാർ നിർത്തിയിരിക്കുന്നത് യുവതി ശ്രദ്ധിച്ചിരുന്നു. സെൽബോൺ റോഡിൽ വീണ്ടും കണ്ടപ്പോൾ ബോക്സാൾ വഴി ചോദിക്കാൻ എന്ന പോലെ കാറിൽ നിന്നിറങ്ങിയ ശേഷം യുവതിയെ വലിച്ചിഴിച്ച് കാറിൽ കയറ്റുകയായിരുന്നു. ധീരമായി പോരാടിയ യുവതി തൻ്റെ ഒരു കാൽ പുറത്തേക്കിട്ട് വാതിലടയ്ക്കാൻ അനുവദിച്ചില്ല. ഒടുവിൽ പ്രതി അവരെ കാറിൽ നിന്ന് തള്ളിയിട്ട ശേഷം സ്ഥലത്തു നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. പോലീസ് 700-ലധികം വീടുകളിൽ അന്വേഷണം നടത്തി CCTV പരിശോധിച്ച് ബോക്സാളിനെ പിടികൂടി. തട്ടിക്കൊണ്ടുപോകൽ, വാഹനമോഷണം, കഞ്ചാവ് കൈവശം വയ്ക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. യുവതിയുടെ ധൈര്യത്തെ പോലീസ് പ്രശംസിച്ചു. തൃശൂർ സ്വദേശി വിൻസിയുടെ മരണവാർത്ത വേദനയായി UK-യിലെ സഹപ്രവർത്തകർ. UK ഗ്ലോസസ്റ്ററിലെ സ്ട്രൗഡിൽ താമസിക്കുന്ന മലയാളി നഴ്സ് വിൻസി കാഞ്ഞിരംപറമ്പിലാണ് ക്യാൻസർ ബാധിച്ച് നാട്ടിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. സ്ട്രൗഡ് ആശുപത്രിയിൽ നഴ്സായി ജോലി ചെയ്യുകയായിരുന്ന വിൻസിക്ക് UK-യിലെത്തി 2 വർഷമായപ്പോഴേക്കും രോഗം പിടിപെട്ടു. മൂർധന്യാവസ്ഥയിലെത്തിയപ്പോഴാണ് ക്യാൻസർ ആണെന്ന് തിരിച്ചറിഞ്ഞത്. ഏപ്രിൽ അവസാനം നാട്ടിൽ പോയി അവിടെ ചികിത്സ തുടരുകയായിരുന്നു. ഫ്രോം കമ്മ്യൂണിറ്റി കോളേജിൽ മെയ് 8-ന് ഒരു ബോംബ് ഭീഷണി കോൾ ലഭിച്ചതിനെ തുടർന്ന് സ്കൂൾ ഒഴിപ്പിച്ചു. അജ്ഞാതനായ ഒരാൾ സ്കൂൾ പരിസരത്ത് ബോംബുണ്ടെന്ന് വിളിച്ചറിയിച്ചു. രാവിലെ 8:30-ന് വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്കായി സ്കൂൾ ഒഴിപ്പിച്ചു. ബോംബ് ഭീഷണിയാണെന്ന് വെളിപ്പെടുത്താതെ വിദ്യാർത്ഥികളോട് ഗ്യാസ് ലീക്ക് കാരണമാണ് ഒഴിപ്പിക്കലെന്ന് പറഞ്ഞു. അവോൺ ആൻഡ് സോമർസെറ്റ് പോലീസ് സ്ഥലത്തെത്തി കോളേജ് ജീവനക്കാരുമായി ചേർന്ന് പരിശോധന നടത്തി. പരിശോധനയിൽ ഒന്നും കണ്ടെത്താനായില്ല. കോൾ വ്യാജമാണെന്ന് സ്ഥിരീകരിച്ചു. പോലീസ് വക്താവ് പറഞ്ഞത് സ്കൂളിൻ്റെ സുരക്ഷ ഉറപ്പാക്കാൻ പരിശോധന നടത്തി സാധാരണ ക്ലാസുകൾ പിന്നീട് പുനരാരംഭിച്ചുവെന്നാണ്. സ്കൂളിൻ്റെ ഫേസ്ബുക്ക് പേജിൽ പറയുന്നതനുസരിച്ച് ഒരു തെറ്റായ കോൾ ലഭിച്ചതിനാൽ പോലീസ് പരിശോധന നടത്തി. ഇപ്പോൾ സാധാരണ ടൈം ടേബിൾ പുനരാരംഭിച്ചുവെന്നാണ്. ഈ ടൈമിൽ നേരത്തെ IT പ്രശ്നങ്ങൾ മൂലം സ്കൂൾ അടച്ചിരുന്നു. ഇത്തരം സംഭവങ്ങൾ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളുടെയും ആശങ്ക വർദ്ധിപ്പിക്കുന്നു. നല്ലൊരു വീക്കെൻഡ് ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും Q മലയാളം UK ന്യൂസ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.